ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യാസ് ടേസ്റ്റ് മെയ്ഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള മാഷ്മെല്ലോൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വെറും 3 ചേരുവകൾ മതി നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ മാഷ്മെല്ലോ തയ്യാറാക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഫ്ലോർ പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തു. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഒരു 1/4 കപ്പ് കോൺഫ്ലോറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ കോൺഫ്ലോറൊക്കെ കട്ട പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളൊന്ന് അരിച്ചെടുക്കണത്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും കോൺഫ്ലോറൊക്കെ ഈക്വലായിട്ട് മിക്സായി കിട്ടും. ഇപ്പം ഞാനിത് അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോൺഫ്ലോറൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചെറിയ ബൗളെടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ക്ലിയർഡ് ആൻഡ് അൺഫ്ലേവേർഡ് ജലാറ്റിനാണ്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ തന്നെ അതിലത്തെ എല്ലാ ജലാറ്റിനും നല്ലപോലെ ഒന്ന് ഡിസോൾവ് ആയിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ജലാറ്റിനൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിലിക്കോൺ മോൾഡും യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോർ ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുത്ത് നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഈ ഫ്ലോറും തേച്ച് കൊടുത്തിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള ഫ്ലോറ് കളയൊന്നും വേണ്ട, അത് അതിൽ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ചൂടായ പാനിലേക്ക് നമുക്കൊരു 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞ് കിട്ടുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ജലാറ്റിൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തീരെ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പും ജലാറ്റിനൊക്കെ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം ചൂടൊന്നും ആറരുത്. എന്നിട്ടൊരു ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഒരു മീഡിയം സ്പീഡിലിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹൈ സ്പീഡിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഒരു വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇതാ നല്ലപോലെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, റിബൺ കൺസിസ്റ്റൻസി, അതാണ് അതിൻ്റെ പരിവം. അപ്പോൾ ഇനി നമ്മൾ ബീറ്റ് ചെയ്യൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ ജലാറ്റിനൊരു സ്മെല്ലുണ്ട്. ആ സ്മെല്ലൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ വാനില എസൻസ് ഒന്ന് എല്ലായിടത്തും ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ മിക്സ് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പകുതി മാത്രമാണ് ഒഴിക്കുന്നത്. ഇനി നമുക്കത് ഈക്വലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി പകുതിയിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കഷ്ണം ബീറ്റ്റൂട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ജ്യൂസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണോളം ജ്യൂസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നാച്ചുറൽ കളർ തന്നെ യൂസ് ചെയ്യായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഫുള്ളും വൈറ്റിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ മാഷ്മെല്ലോ. ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ആഡ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമുക്കൊരു ലൈറ്റ് റോസ് കളറാണ് കിട്ടുക. ഇനി നമുക്ക് ഈ മിക്സ് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മിക്സിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഈക്വലായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ചാലും മതി. ഇപ്പോൾ ഒരു 4 hours കഴിഞ്ഞു. ഞാൻ നമ്മുടെ മാഷ്മെല്ലോ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഫ്ലോർ ഇതുപോലെ ഇട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്ലോറിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി ഉണ്ടല്ലോ, അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുമ്പോൾ നമ്മൾ വീണ്ടും ഫ്ലോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പോഞ്ചി ആയിട്ടുള്ള മാഷ്മെല്ലോ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അധികം ചേരുവകളൊന്നുമില്ല, വെറും 3 ചേരുവകൾ മാത്രം മതി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.